പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് ഇന്ധനവില കുതിച്ചുയർന്നതോടെ സർവീസുകൾ വെട്ടിക്കുറച്ച് പ്രമുഖ വിമാന കമ്പനികൾ. സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത വിമാന കമ്പനിയായ സ്കാൻഡിനേവിയൻ എയർലൈൻസ് നൂറുകണക്കിന് സർവീസുകൾ റദ്ദാക്കുമെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു. ഇന്ധന വിലയിലുണ്ടായ അപ്രതീക്ഷിത വർധനവ് താങ്ങാനാവുന്നതല്ല എന്നാണ് കമ്പനിയുടെ വിശദീകരണം. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ ഹ്രസ്വദൂര സർവീസുകളെയാണ് ഈ തീരുമാനം പ്രധാനമായിട്ടും ബാധിക്കുക. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇന്ധന നീക്കം തടസ്സപ്പെട്ടതോടെ വിമാന ഇന്ധനത്തിന്റെ വില കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ ബ്രിട്ടീഷ് എയർവേസ് ഉൾപ്പെടെയുള്ള കമ്പനികളും കടുത്ത പ്രതിസന്ധിയിലാണ്. ഹോങ്കോങ് വിമാന കമ്പനിയായ കഥേ പസഫിക് ഇന്ധന സർചാർജ് ഇതിനോടൊപ്പം തന്നെ ഇരട്ടിയാക്കി. ടിക്കറ്റ് നിരക്കുകൾ കുതിച്ചുയരാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ എത്രയും വേഗം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ചില കമ്പനികൾ നേരത്തെ തന്നെ കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ബുക്ക് ചെയ്തിട്ടുള്ളതിനാൽ നിരക്ക് വർധനവ് ഉടൻ ബാധിക്കില്ലെന്ന് റയൻ എയർ പോലുള്ള കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് ദുരിതത്തിലായ യാത്രക്കാർക്ക് മറ്റു വിമാനങ്ങളിൽ ടിക്കറ്റ് ലഭ്യമാക്കുമെന്ന് സ്കാൻഡിനേവിയൻ എയർലൈൻസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.